السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ذي الجلال والإكرام، والصلاة والسلام على أشرف الأنام سيدنا وحبيبنا محمد وعلى آله وصحبه وتابعيه الفخام. ربي يسر ولا تعسر، ربي زدنا علما وحلما وعقلا وفهما وأدبا كاملا، ربي تمم بالخير والسعادة. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹത്തരമായി പാരസ്പര്യത്തിൻ്റെ കേരളം എന്ന നാമധേയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷത അരുളുന്ന ആദരണീയരായ മദ്ഹബ് സർക്കിൾ എന്ന ഈ കോർഡിനേഷൻ്റെ ആദരണീയരായ സയ്യിദും സയ്യിദരുമായ ബഹുമാനപ്പെട്ടവർ, ഇവിടെ ഈ പാവപ്പെട്ടവനോടൊപ്പം വിഷയാവതരണത്തിൽ പങ്കെടുക്കുന്ന സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രശോഭിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ, ഈ സദസ്സിൽ സംബന്ധിക്കുന്ന ഈ സെമിനാരിന് വിജ്ഞാനത്തിൻ്റെ ശോഭയായി പങ്കെടുക്കുന്ന ആദരണീയരായ മുത്തഅല്ലിമീങ്ങൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഇവിടത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ഫضل കൊണ്ട് അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെയും ജീവിതത്തിൽ മനുഷ്യ സഹജമായി സംഭവിച്ച എല്ലാ അപരാധങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്തു മാഫ് നൽകുകയും ഇനിയുള്ള കാലം അള്ളാഹുവിനും അവിടുത്തെ റസൂലിനും പൊരുത്തപ്പെട്ട മാർഗത്തിൽ ആഫിയത്തോടെ ദീർഘായുസ്സായി ജീവിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കുമെല്ലാം അള്ളാഹു വലിയ തൗഫീഖ് പ്രദാനിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, ഉസ്താദുമാർ, മശായിഖുമാർ, ജീവിതത്തിൽ നിന്നും വേർപെട്ടു പോയ സഹോദരങ്ങൾ, വിശിഷ്യ നല്ലൊരു പരിപാടിയുമായി നാം ഇവിടെ സംഗമിക്കുമ്പോൾ ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിൽ പങ്കെടുക്കുന്നവർ, അവരോട് ബന്ധപ്പെട്ട എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തും റഹമത്തും പ്രദാനിക്കുമാറാകട്ടെ. ആരെങ്കിലും ബർസഖിൻ്റെ ലോകത്ത് പ്രയാസപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മജ്ലിസിൻ്റെ സന്തോഷം കൊണ്ട് അവരുടെ ഖബറുകളിൽ അള്ളാഹു സന്തോഷം പ്രദാനിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അക്ഷരവായനയുടെ പരിമിതികൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ വായനയുടെ പരിമിതിയെ സംബന്ധിച്ചാണല്ലോ പറയേണ്ടത്. ഇവിടെ വായനയുടെ പരിമിതികൾ എന്ന വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കുമ്പോൾ പരിശുദ്ധമായ ദീനിൻ്റെ പ്രമാണങ്ങളോട് ബന്ധപ്പെട്ട വായനകളിൽ വന്നിട്ടുള്ള അപകടങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കണമെന്നാണ് ഈ ഉള്ളവനോട് സംഘാടകർ തെര്യപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനാണ് തശ്രീഇൻ്റെ അസ്ല്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന വ്യവസ്ഥിതിയുടെ അടിസ്ഥാനം നിലനിൽക്കുന്നത് പവിത്രമായ ഖുർആനിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഖുർആൻ അതിൻ്റെ വായനയുടെ ഏറ്റവും പ്രഥമമായ സ്വഭാവത്തെ പോലും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ്. അക്ഷരവായനയുടെ പരിമിതികൾ എന്ന പദം നമ്മൾ പറയുമ്പോൾ വായിക്കാൻ അനുവാദമില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ വിഷയത്തെ ബന്ധപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ പറയാനും പാടില്ല എന്നാണ് ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഇവിടെ ആദരണീയരായ രവി മാഷ് അവറുകൾ വളരെ പ്രബുദ്ധമായ സ്വഭാവത്തിൽ ഈ സദസ്സിൽ വിഷയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ കടന്നു വന്ന അനുഭവത്തിൻ്റെ തീപ്പൊള്ളലുകളെ സംബന്ധിച്ച് ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം ചോറൂണ് നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചും ആരാധനാക്രമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അദ്ദേഹം പ്രവേശിച്ച ആരാധനാ കേന്ദ്രത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. നാം അത് നമ്മുടെ വിഷയത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നില്ല. പരിശുദ്ധമായ ദീനിൻ്റെ ഏറ്റവും വലിയ പ്രമാണമാകുന്ന ഖുർആനിന് ശേഷം ഏറ്റവും വലിയ പ്രമാണമാകുന്ന പരിശുദ്ധമായ ഹദീസുകൾ, അതിൽ തന്നെ പവിത്രമാക്കപ്പെട്ട സ്വഹീഹ് ബുഖാരി അടക്കമുള്ള പവിത്രമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ, അത് വായിക്കുക എന്നതിന് നിരന്തരം പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. ഒരു ഗ്രന്ഥം വിശുദ്ധമാണ്, ഒരു ആരാധനാ കേന്ദ്രം വിശുദ്ധമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധമായ കഅബ ഷരീഫാണ്. കഅബ ഷരീഫിൽ വരണമെന്നതാണ്, എല്ലാവരും വരണം. നിർബന്ധമായ ആളുകളെല്ലാം വന്നുകൊണ്ട് നിർബന്ധമായി ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കഅബ ഷരീഫിൻ്റെ അടുത്ത് പ്രവേശിച്ചിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും കഅബ ഷരീഫിൻ്റെ പരിസരത്ത് അവൻ തവാഫ് ചെയ്തിരിക്കണം.
സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കഅബ ഷരീഫിന്റെ ഏറ്റവും ആദരണീയമായ ഹദറുൽ അസ്വദിൽ അവന്റെ പവിത്രമായ മുഖമുരസിക്കൊണ്ട് അതിനെ ചുംബിക്കണം, അല്ലേ? ഇങ്ങനെയാണല്ലോ ദീനുൽ ഇസ്ലാം ആ കാര്യത്തെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളുടെ വായനയെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടുമില്ല. അക്ഷരവായനയുടെ പരിമിതികളെന്ന് പറയുമ്പോൾ ഖുർആൻ അത് വായിക്കണമെന്ന്, ഖുർആന്റെ അവതരണത്തിന്റെ ആദ്യ വചനം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ വായിക്കണം എന്നാണ് ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞു വച്ചത്. ഇവിടെ വായിക്കണമെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ എന്താണ് വായിക്കേണ്ടത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുമില്ല. അതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. അല്ലാഹു തആല വായിക്കണമെന്ന് പറയുന്നു, എന്തിനെയാണ് വായിക്കേണ്ടത് അഥവാ മഖ്റൂ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? എല്ലാത്തിനെയും വായിക്കണമെന്നാണ്. ഖുർആൻ വായിക്കണം, ഖുർആനിന്റെ വിശദീകരണമാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വായിക്കണം, ഈ പ്രപഞ്ചത്തെ വായിക്കണം, എല്ലാത്തിനെയും വായിക്കണം. വായിക്കേണ്ടുന്നതിൻ്റെ മഖ്റൂ എന്താണെന്നതിൻ്റെ മഫ്ഊലിനെ പറഞ്ഞു വയ്ക്കാത്ത റബ്ബ് ഒരു മാനദണ്ഡത്തെ പറഞ്ഞു. എന്താണ് മാനദണ്ഡം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനെ ഓർത്തുകൊണ്ട് വായിക്കാൻ പറ്റുന്നത് മാത്രമേ നീ വായിക്കാവൂ. ഇതാണ് നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് വായിക്കാൻ പറ്റുന്നത് മാത്രമേ നീ വായിക്കാവൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുവാൻ നമുക്ക് പാടില്ലാത്തതാണ്. മദ്യപാനത്തിന് മുമ്പ് ഒരാൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് മദ്യപിച്ചാൽ അവന്റെ വിധി എന്താണ്? ബിസ്മി ചൊല്ലിക്കൊണ്ട് ഒരാൾ മദ്യപിച്ചാൽ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകുന്ന ഗുരുതരമായ അപരാധമാണ്. അപ്പോൾ വായനയിലും അതേ സ്വഭാവത്തിൽ നമുക്ക് ചിന്തിക്കാം. റബ്ബിന്റെ നാമധേയത്തെ പറഞ്ഞുകൊണ്ട് വായിക്കാൻ പറ്റുന്നത് എല്ലാം നമ്മൾ വായിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കണമെന്ന കൽപ്പനയ്ക്ക് എന്താണ് വായിക്കേണ്ടത് എന്ന് പറയാതെ റബ്ബൊരു കാര്യം പറയുകയാണ്. റബ്ബിന്റെ നാമധേയത്തിൽ വായിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും വായിക്കണം. അതിലേറ്റവും പ്രധാനമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും വായിക്കണം. വായനയുടെ പരിമിതികൾ എന്ന് പറയുമ്പോൾ ഇത് വായനയെ തടസ്സപ്പെടുത്തപ്പെടലല്ല, ജനങ്ങളുടെ ജനകീയമായ വായനയിൽ നിന്നും സ്പർശനത്തിൽ നിന്നും തൊടലിൽ നിന്നും കാണലിൽ നിന്നും കാണണമെന്നാണല്ലോ. ഒരാൾക്ക് വായിക്കാനറിയില്ല, ഒരാൾക്ക് പരിശുദ്ധമായ ഖുർആൻ വായിക്കാനറിയില്ല, പക്ഷെ നോക്കിയാൽ പോലും പ്രതിഫലമുണ്ട്. ഒരാൾക്ക് വായിക്കാനറിയില്ല, വായിക്കുന്ന ഒരാളുടെ പരിസരത്തിരുന്ന് കേൾക്കാൻ അവന് സാധിക്കുമെന്നെങ്കിൽ വായിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ പോലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതിൽ പോലും പ്രതിഫലമുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ റസൂലാണല്ലോ, അതിന്റെ അങ്ങേയറ്റത്തെ അഖർ ഏറ്റവും അധികം പാരായണം ചെയ്യുന്നവർ. അതിന്റെ ആശയ ധ്വനിയിലും അതിന്റെ മനോഹരമായ ശബ്ദവിന്യാസത്തിലും എല്ലാം മുത്തുനിബിതങ്ങളാണ്. അപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവറുകളോട് പറയുന്നുണ്ട്, ഇഖ്റ അലയ്യ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യനോടാണ് പറയുന്നത്, എൻ്റെ മേൽ ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കൂ, എന്നെ ഒന്ന് കേൾപ്പിക്കൂ എന്നാണ്. അപ്പൊ നബിതങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അഖറു അലൈക യാ റസൂലല്ലാഹ് വഅലൈക ഉൻസില, നബിയെ ഞാൻ അങ്ങയുടെ മേൽ ഖുർആൻ ഓതി കേൾപ്പിക്കുകയോ? ഈ ഖുർആൻ അതിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നത് അങ്ങയുടെ പരിശുദ്ധമായ മേലാണല്ലോ. അവിടത്തിന്റെ മേൽ ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് ഇതിന്റെ ആദ്യ ശ്രോതാവെന്നിരിക്കെ, ഇതിന്റെ ആശയത്തെ ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണെന്നിരിക്കെ അങ്ങയുടെ മേൽ ഞാൻ ഖുർആൻ ഓതി കേൾപ്പിക്കുകയോ? അതൊരു അത്ഭുതകരമായ ചോദ്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്? അങ്ങേയറ്റ നബിതങ്ങൾക്ക് ഇത് വായിക്കാനും പഠിക്കാനും മനനം ചെയ്യാനും ലോകത്തിലേക്ക് പ്രബോധനം ചെയ്യുവാനുമുള്ള ആത്യന്തികമായ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടവരായപ്പോഴും നബിതങ്ങൾ അത് മറ്റൊരാളിൽ നിന്നും പാരായണം ചെയ്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഖുർആൻ ആളുകൾക്ക് വ്യവഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വായനയുടെ സ്പർശനത്തിന്റെ പരിമിതിയിൽ നിൽക്കുന്നതല്ല എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. എല്ലാവരും വായിക്കണമെന്നാണ്, എല്ലാവരും പഠിക്കണമെന്നാണ്. ഇനി വായിക്കാൻ പറ്റാത്ത ആളുകൾ ആ ഖുർആൻ വെറുതെ നോക്കിയിരുന്നാലും മതി, ഇത് അള്ളാഹുവിന്റെ ഖുർആനാണല്ലോ എന്ന ചിന്തയോടെ വെറുതെ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ മുത്താലിമിങ്ങളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കും. വായിച്ചില്ലെങ്കിൽ പോലും നോക്കിയാൽ പോലും പ്രതിഫലം കിട്ടുന്നത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് എന്നെ പ്രസവിച്ചിട്ട ഉമ്മയാണല്ലോ എന്ന റഹ്മത്തിന്റെ മനസ്സോടെ ഉമ്മയിലേക്ക് നോക്കിയാൽ, ഉപ്പയിലേക്ക് നോക്കിയാൽ, ഗുരുനാഥന്മാരിലേക്ക് നോക്കിയാൽ ലോകത്തല്ലാഹുവിന്റെ റഹ്മത്ത് ഭൗമോപരിതലത്തിൽ ആദ്യം പതിക്കുമ്പോൾ അത് കഅബത്തു ശരീഫയിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ അർത്ഥത്തിൽ എൻ്റെ ഖിബലയാണല്ലോ ഇത്, ഏറ്റവും ഷറഫാക്കപ്പെട്ട മസ്ജിദാണല്ലോ ഇത് എന്ന ചിന്തയോടെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് വെറുതെ ഒരാളെ നോക്കിക്കൊണ്ടിരുന്നാൽ എന്നതുപോൽ ഷറഫായി അങ്ങേയറ്റം പവിത്രമായി ഇത് അള്ളാഹുവിന്റെ കലാമാണല്ലോ, അള്ളാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്ന നെഖ്ഷുകളാണല്ലോ, വരകുരിമാനങ്ങളാണല്ലോ ഈ കാണുന്നത് എന്ന ചിന്തയോടെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലേക്ക് ഒരാൾ വെറുതെ നോക്കിയിരുന്നാൽ പോലും അതിന് പ്രതിഫലമുണ്ട്. അതിൻ്റെ നമ്മുടെ ആ നിലക്കുള്ള വ്യവഹാരങ്ങളെ
ഒരു പരിമിതിയും പരിശുദ്ധമായി ദിനിൽ വ്യവസ്ഥാപിതമായ ചില ശുറൂത്തുകൾ അത് തൊടാൻ, അത് സ്പർശിക്കാൻ, അത് ഓതാൻ, അതിന്റെ ഉപാധികൾ പാലിക്കണമെന്നല്ലാതെ അത് ജനങ്ങളെ തൊട്ട് അപരവൽക്കരിക്കപ്പെട്ടിട്ടില്ല, അന്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാവരും ഓതണം. ഇനി ഒരാൾക്ക് ഓതാൻ നന്നായിട്ട് അറിയില്ലെങ്കിലോ, ഇനി ഓതുന്നതിൽ വായന ശരിക്കറിയാത്ത ആളുകൾ, കണ്ണിന് വെളിച്ചമില്ലാത്തത് കൊണ്ടോ, പാരായണം അതിന്റെ തുടക്കത്തിൽ പഠിക്കുന്ന ആളായത് കൊണ്ടോ ഒരാൾക്ക് ഓതാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലോ, നബി തങ്ങൾ അതും പറഞ്ഞു. അൽ ഖാരിഉ ബിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആൾ, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആൻ വളരെ നല്ല നിലക്ക് ഓതാൻ അറിയുന്ന, സരളമായ ഒഴുക്കോടുകൂടെ പാരായണം ചെയ്യാൻ അറിയുന്ന ഒരാളാണോ, അയാളെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ സ്ഥാനം മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വഹയ്യുകൾ, ദിവ്യബോധനങ്ങൾ റബ്ബിന്റെ സവിധത്തിൽ നിന്നും ലോകത്തിലേക്ക് കടന്നു വന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് മുത്തുനബി തങ്ങൾ വരെയുള്ള മഹാന്മാരാക പ്രവാചകന്മാരിലേക്ക് വഹയ്യു കൊണ്ടുവന്ന സഫറത്തിൽ കിറാമിൽ ബററ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരാക മലക്കുകളുണ്ടല്ലോ, അവരോടൊപ്പമാണ് ഖുർആൻ സരളമായി ഓതാൻ അറിയുന്ന ഒരാളുടെ സ്ഥാനം. ഇനി ഒരാൾക്ക് ഓതാൻ വേണ്ടത്ര അറിയില്ല, അയാൾ തപ്പിത്തടഞ്ഞ് പാരായണം ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ഖുർആനിന്റെ പാരായണം അന്യമാണോ, ഖുർആനിന്റെ ഹർഫിന്റെ വായന അന്യമാണോ? അല്ല. വല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതതഅതഉ ഫീഹി. ഒരാൾ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ സരളമായി അയാൾക്ക് ഓതാൻ കഴിയില്ല. അയാൾ ഓതുമ്പോൾ തപ്പിത്തടഞ്ഞ് വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ. വഹുവ അലൈഹി ഷാഖുൻ എന്ന് നബി തങ്ങൾ തുടർന്ന് പറയുന്നത്, ആ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ പാരായണം അയാൾക്ക് പ്രയാസകരമാണ്. അപ്പൊ നബി തങ്ങൾ അങ്ങനെ ഓതുന്ന ആൾ ഓതണ്ടാട്ടോ, ആ ഖുർആൻ മടക്കി വെച്ചോ, അവനത് ഓതലല്ല വേണ്ടത്, അവൻ വേറെ ആൾക്കാർ പറഞ്ഞത് കേട്ടാ മതി എന്നല്ല. അവിടെയും നബി തങ്ങൾ പറയുന്നു, ഫലഹു അജ്റാൻ, അവൻ 2 പ്രതിഫലമാണ് റബ്ബ് കൊടുക്കുക. എന്താണ് നബിയെ 2 പ്രതിഫലം? സ്വഹാബാക്കൾ സ്വാഭാവികമായി ചോദിക്കുമല്ലോ. വെളിച്ചത്തിൽ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത് കാണാം. അവന്റെ 2 പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലമുണ്ട് എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 പ്രതിഫലം എന്ന് പറയുമ്പോൾ ഈ 2 പ്രതിഫലം എന്താണ്? ഒരു ഹർഫിന് 10ഉം 10,000ഉം പ്രതിഫലങ്ങളുണ്ട് അവന്റെ ഇഖ്ലാസിന്റെ, അവന്റെ തദബ്ബുറിന്റെ തലങ്ങൾക്കനുസൃതമായി. പക്ഷെ ഇവിടെ 2 പ്രതിഫലം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി 2 കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, അവന് പാരായണത്തിന്റെ പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവനത് കഷ്ടപ്പെട്ടാണല്ലോ ഓതുന്നത്, അവന് നന്നായിട്ട് ഓതാൻ അറിയില്ലല്ലോ, അവൻ കഷ്ടപ്പെട്ട് ഓതുന്നത് കൊണ്ട് അവന്റെ മശക്കത്തിന് രണ്ടാമതൊരു സമ്പൂർണമായ പ്രതിഫലവുമുണ്ട്. അതും നേരത്തെ പറഞ്ഞു വച്ചതുപോലെ 10 ഇരട്ടിയും 700ഉം 7000ഉം 70,000വുമായി വർദ്ധിക്കുമെന്നത് വേറെ കാര്യം. പക്ഷെ ഈ 2 പ്രതിഫലങ്ങളെ പ്രത്യേകമായി പരാമർശിക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പാരായണം. ഒരു ചെറിയ സൂറത്തെങ്കിലും മനപ്പാടമിടാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഒരു ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽ ആയത്തുകളുടെ എണ്ണം എടുക്കുമ്പോൾ ചെറുത് എന്ന് പറയാം സൂറത്തുൽ ഇഖ്ലാസ്. ചെറിയ സൂറത്താണല്ലോ ആയത്തുകളുടെ എണ്ണത്തിൽ. എന്നാൽ അതിന്റെ പേര് കൊണ്ടതറിയിക്കുന്നത് എന്താണ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം സംക്ഷിപ്തം എന്നാണല്ലോ, രത്ന ചുരുക്കം എന്നാണല്ലോ. അപ്പൊ ഖുർആനിന്റെ മഹത്തായ ആശയ പ്രപഞ്ചത്തെ ഒരുമിച്ച് കൂട്ടിയ അധ്യായം എന്ന നിലയിലാണ് സൂറത്തുൽ ഇഖ്ലാസിന് ആ പേർ നൽകപ്പെട്ടത്. ആ സൂറത്തുൽ ഇഖ്ലാസ് അത് മാത്രം ഒരാൾ പഠിക്കുന്നു. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്വഹാബി വര്യരുണ്ടായിരുന്നു. അദ്ദേഹം അത് നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുമെന്നാണ്. നിസ്കാരത്തിന് മസ്ജിദ് ഖുബായിൽ അദ്ദേഹം അൻസാറുകളാകുന്ന സ്വഹാബാക്കൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഓതുക സൂറത്തുൽ ഇഖ്ലാസ്. അത് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് കേട്ടപ്പോൾ അൻസാറുകളായ സ്വഹാബാക്കളിൽ ചിലർ പറഞ്ഞു, നിങ്ങൾ എന്താണ് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിക്കൊണ്ടിങ്ങനെ നിരന്തരം അത് തന്നെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് വലിയ പ്രേമമാണ്, അതുകൊണ്ട് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ആണ് എല്ലാ റക്അത്തിലും ഓതുക. നിങ്ങൾക്ക് എന്റെ ഇമാമത്ത് തൃപ്തമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ മാറിക്കൊള്ളാം, ഞാൻ ഓതുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടാണ് നിസ്കരിക്കുക എന്ന. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഈ വിഷയത്തെ ഉയർത്തപ്പെട്ടു. ഈ വിഷയം പറയുമ്പോൾ ആ സ്വഹാബിയുടെ മനോഗതം, ബഹുമാനപ്പെട്ട റാവി അവറുകൾ, മുഹദ്ദിസ് അവറുകൾ, ആ റാവി നിവേദനം ചെയ്യുന്ന സ്വഹാബി വര്യരുടെ മാനസിക ഭാവം ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. കഅന്നഹു തഖാല്ല, അദ്ദേഹം ആ സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരമായി ഓതുന്നു എന്ന് പറയുമ്പോൾ സൂറത്തുൽ ബഖറയല്ലല്ലോ, ആലു ഇമ്രാൻ അല്ലല്ലോ, മായിദയല്ലല്ലോ, സജദയല്ലല്ലോ, 3 ആയത്തുകൾ മാത്രമുള്ള പരിമിതമായൊരു സൂറത്തല്ലേ. അദ്ദേഹം അത് കുറച്ച് കണ്ടതുപോലെയുണ്ട്. നബി തങ്ങളോട് പറയും. നബി തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചു, ആരാണ് അങ്ങനെ ഓരുന്നത്? യാ റസൂലല്ലാഹ്, നബിയെ ഞാനാണ് അങ്ങനെ ഓരുന്നത്, ഞാനാണ് അങ്ങനെ ചെയ്യുന്നത്, തെറ്റായിപ്പോയോ, അതിലെന്തെങ്കിലും അപാകതയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹുബ്ബക ഇയ്യാഹാ, ആ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ പ്രേമമുണ്ടല്ലോ, ഇഷ്ടമുണ്ടല്ലോ, അദ്ഖലക്കൽ ജന്ന, നിന്നെ അത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ഒരു പാരായണത്തിന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അസാധ്യത, ഒരു അസ്പൃശ്യത ഖുർആനിനോട് ബന്ധപ്പെട്ടത് തൊടാനോ മുത്താനോ എടുക്കാനോ വായിക്കാനോ അതൊന്നും ഈ വായനാ പരിമിതിയുടെ അജണ്ടയേ അല്ല.
പിന്നെ എവിടെയാണ് അക്ഷരവായനയുടെ പരിമിതികൾ എന്ന വിഷയത്തെ നമ്മൾ അധികരിച്ചുകൊണ്ട് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത്? ആത്യന്തികമായ വായനയുടെ സ്വഭാവത്തിലാണ്. ആത്യന്തികമായ വായനയിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആത്യന്തിക വായന എന്ന് പറയുന്ന ഒരു പ്രത്യേകം നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. നമ്മുടെ പ്രവർത്തിപരത്തിൽ ആത്യന്തികമായ പ്രവർത്തനങ്ങളുണ്ട്, ആത്യന്തികമായ ജീവിതവും ഉണ്ട്. മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ നടത്തുന്ന ഒരു ദുആ മുൻഗാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ ദുആ എന്നറിയാമോ? അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽ സയ്യിആതിനാ സയ്യിആതി മൻ അഹ്ബബ്ത അല്ലാഹുമ്മ വലാ തജഅൽ ഹസനാതിനാ ഹസനാതി മൻ അബ്ഗൽത. ഈ ദുആയുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹുമ്മ ജഅൽ സയ്യിആതിനാ, ഞങ്ങളുടെ നന്മകളെ ആക്കണമേ എന്നല്ല അവരുടെ പ്രാർത്ഥനയുടെ തുടക്കം. അവരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽ സയ്യിആതിനാ സയ്യിആതി മൻ അഹ്ബബ്ത. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ ആക്കണമേ. സയ്യിആതി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരുടെ പാപങ്ങളാക്കണം. എന്റെ തെറ്റുകൾ, ഞാൻ ചെയ്യുന്ന കള്ളങ്ങൾ, ഞാൻ എന്തെങ്കിലുമൊക്കെ അകൃതികൾ പറയുന്നുണ്ടെങ്കിൽ, എന്റെ പെരുമാറ്റ മര്യാദകളിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ, എന്റെ സംസാരത്തിൽ അപാകതകളുണ്ടെങ്കിൽ, ആ അപാകതകളെ എല്ലാം നീ ഇഷ്ടപ്പെടുന്നവരുടെ അപാകതകളാക്കണം, നീ സ്നേഹിക്കുന്നവരുടെ അപാകതകളാക്കണം. വലാ തജഅൽ ഹസനാതിനാ ഹസനാതി മൻ അബ്ഗൽത. അല്ലാഹുവേ, ഞങ്ങളുടെ നന്മകൾ, നിസ്കാരം തന്നെ, നോമ്പ്, ഹജ്ജ്, വലിയ വലിയ വണ്ണവലിപ്പമുള്ള മസാഖീറുൽ ജിബാൽ എന്ന് പറയുന്നത് പോലെ പർവ്വത സമാനമായി ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, ആ നന്മകളെ നീ ബുഗ്ദ് വച്ച, നീ ദേഷ്യപ്പെട്ട, നിനക്ക് തൃപ്തിയില്ലാത്ത ആളുകളുടെ നന്മകളാക്കരുത്. ഇതാണ് ആത്യന്തികമായ ജീവിതം. ഔലിയാക്കളുടെ ദുആയാണ്. എന്താണ് ആത്യന്തികമായ ജീവിതത്തിന്റെ ഈ സാരം? നമ്മുടെ മോനോട് നമുക്ക് വലിയ സ്നേഹമാണല്ലേ? നമ്മുടെ കുഞ്ഞിനോട്, നമ്മുടെ പൊന്നുമോളോട് നമുക്ക് വലിയ സ്നേഹമല്ലേ? നമ്മൾ ഒരുങ്ങി റെഡിയായി മനോഹരമായി വസ്ത്രമൊക്കെ ധരിച്ച് ബഹുമാനപ്പെട്ട ഈ മദ്ഹബ് സർക്കിളിന്റെ പരിപാടിയിൽ വരാൻ നല്ല അത്തുറക്ക പുരട്ടി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തയ്യാറായി നിന്ന് പ്രിയപ്പെട്ട പൊന്നുമോനെ എടുത്ത് മടിയിൽ വെച്ചപ്പോ അവൻ നമ്മുടെ മടിയിലേക്ക് വെളിക്കിറങ്ങി. അതിനേക്കാൾ വലിയൊരു മാലിന്യം വരാനില്ല. അവൻ മൂത്രിച്ചു, നമ്മുടെ മടിയിലിരുന്ന് മൂത്രിച്ചു, നമ്മുടെ മടിയിലിരുന്ന് കാട്ടിച്ചു, അവൻ അപ്പിയിട്ടു. നമ്മൾ എന്താ ചെയ്യുക? ആ കുട്ടി എടുത്തിട്ട് റോഡിലേക്ക് വലിച്ചെറിയും. നീ എന്തിനാണ് എന്റെ വസ്ത്രത്തിൽ അഴുക്കാക്കിയതെന്ന് നമ്മൾ ആ കുഞ്ഞിനോട് ചോദിക്കുമോ? ഇല്ല. അപ്പോഴും നമ്മൾ ആ കുഞ്ഞിന്റെ ഈളയിൽ നന്നായി ചുംബിച്ചമർത്തി അവനെ തൊട്ടുതലോടി സ്നേഹവാത്സല്യത്തോടെ മസൃണമായി ഒരിക്കൽ കൂടെ അവനോട് പെരുമാറി നമ്മുടെ പ്രിയപ്പെട്ട ജീവപാതിയോട് പറയും: പെണ്ണെ, ഇവനെന്റെ ശരീരം അഴുക്കാക്കി, ഇവനെ എടുത്തുകൊണ്ടുപോയി ഇവനെ കരിക്ക് ശുദ്ധം ചെയ്യ്. എന്നിട്ട് ആ വസ്ത്രം മാറി യാതൊരു പരിഭവമോ പരിക്കോ ദേഷ്യമോ ഇല്ലാതെ ചിരിച്ചുകൊണ്ട് ഒരു മുത്തം കൂടെ കൊടുത്ത് അവന്റെ മനസ്സലോസരമാകരുത് എന്ന് ബോധപൂർവം ചിന്തിച്ച് അവന്റെ തെറ്റിനെ നമ്മൾ പൊറുക്കുന്നവരാകും. കാരണം അവന്റെ ജീവിതത്തിൽ സംഭവിച്ച സയ്യാത്തിനേക്കാൾ, അവന്റെ അപരാധത്തെക്കാൾ വലുതാണ് നമുക്ക് അവനോടുള്ള മഹബത്ത്. അതാണ് അവിടുത്തെ വിഷയം. റബ്ബിന്റെ സ്നേഹം അങ്ങനെ നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളെയും അള്ളാഹുവിനത് പിന്നെ പ്രശ്നമല്ല. റബ്ബ് നമ്മളെ വല്ലാതെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു. റബ്ബിനെ നമ്മളെ വല്ലാതെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു. നമ്മുടെ തെറ്റുകൾ പോലും റബ്ബിന്റെ അടുക്കൽ പ്രശ്നമല്ല. ഇനി മറ്റൊന്നോ, അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമല്ലെന്ന് വന്നാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വെറുപ്പുള്ള ആളുകൾ ഉണ്ടാകും. അവര് പലതും കാണിക്കും. നമ്മൾ വരുമ്പോ ചാടി എഴുന്നേക്കും, കൈപിടിച്ചു മൊത്തും, കെട്ടിപ്പിടിക്കും, ആദരവ് കാണിക്കും, ഇങ്ങനെ ഭവ്യതയോടെ നിൽക്കും. എല്ലാം കാണുമ്പോൾ നമുക്കറിയാം, നിന്നെ എനിക്ക് അറിയാലോ, കാരണം അവന്റെ സ്വഭാവം നമുക്കറിയാം. അവൻ നല്ല പണി തരുന്ന ആളാണെന്നറിയാം. അവനോട് വെറുപ്പ്, അടിസ്ഥാനപരമായി പല കാര്യങ്ങളിലും അവനോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അങ്ങനെ കടന്നാൽ അവനെ എത്രയധികം ബാഹ്യമായി നന്മകൾ ചെയ്താലും ആ നന്മകളെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയില്ല, അതിന് നമ്മൾ വില നൽകുകയില്ല. അതാണ് ആത്യന്തികമായ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ വിജയം നേടിയ ജീവിതം. അങ്ങനെയുള്ള ആത്യന്തികമായ ജീവിതങ്ങളും ആത്യന്തികമായ നന്മകളുമുണ്ട്. ആത്യന്തിക നന്മകളിൽ ഒന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് വേണ്ടി അസ്വഹാബു ബദർ, അല്ലെ, ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കൾ, ആ ബദർ എന്ന് പറയുന്ന പ്രവർത്തനം ആത്യന്തികമായ ജീവിതത്തെ ബദരീങ്ങൾക്ക് സമ്മാനിച്ചു. ചെറിയ കാര്യമല്ല അത്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട ഹാത്തബ് ബിൻ അബീ ബൽതായുടെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇമാം ബുഖാരി തങ്ങളത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനം കടുത്ത മുനാഫിഖീങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എന്ന സ്വഭാവത്തിൽ വന്നപ്പോ, അഥവാ മക്കയിലെ മുശ്രിക്കീങ്ങളിലേക്ക് ഹാത്തബ് ബിൻ അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഒരു കത്ത് കൊടുത്തയക്കുമ്പോ, ഒരു ചെറിയ കാര്യമല്ലല്ലോ, നബിതങ്ങളോട് ശാസ്ത്രവും പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെ, ശത്രു സൈന്യത്തോട്, പാകിസ്ഥാനിനോട് ഇന്ത്യയുടെ ഒരു പട്ടാളം ആ സ്നേഹബന്ധം പുലർത്തിയാൽ ഇന്ത്യ അത് വലിയ രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് കാണുക. അയാളെ പിടികൂടും, കൈകാര്യം ചെയ്യണമെന്ന് പറയും, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ സമീപിക്കുക?
മക്കാ മുശ്രിക്കുകളുടെ ബിനങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആളുകൾ, സ്വഹാബത്തിന്റെ നാട്ടിൽ നിന്നും പുറത്താക്കിയ ആളുകൾ, സമ്പത്ത് പിടിച്ചെടുത്ത ആളുകളുമായി ഒരു ഉൾബന്ധത്തിന് തയ്യാറായപ്പോ, സ്ഥാപിച്ചപ്പോ അത് വലിയ നിഫാക്കിന്റെ പ്രവർത്തനമാണ്. നബിതങ്ങൾ പിടികൂടി നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അദ്രിബു ഉനഖഹു യാ റസൂലല്ലാഹ്, അവന്റെ പിരടി ഞാൻ വെട്ടട്ടെയോ നബിയേ എന്ന്. അപ്പൊ നബിതങ്ങൾ പറയുന്നൊരു വാക്കെന്താണ്? അലൈസ ഷഹീദ ബദറൻ. പലവട്ടം ഉമർ തങ്ങൾ ചോദിച്ചപ്പോ ഉമർ തങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് നബിതങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്താണ് ഉമറെ ചോദിക്കുന്നത്? ഇദ്ദേഹം ബദർ പോരാട്ടത്തിൽ പങ്കെടുത്ത, ദീനിനു വേണ്ടി പരിശ്രമം ചെയ്ത, ജീവ് സമർപ്പിക്കാൻ സന്നദ്ധനായ ആളല്ലേ? അങ്ങനെ ഇരിക്കുന്നപ്പോൾ ഒരാളെ കുറിച്ചാണോ നീ ചോദിക്കുന്നത്? അല്ലാഹു തആല ബദറിൽ പങ്കെടുത്ത ആളുകളിലേക്ക് വരാൻ, വെളിപ്പെടാൻ അടുത്തിരിക്കുന്നു. എന്നിട്ട് റബ്ബ് അവരോട് പറയാൻ പോവുകയാണ് എന്താണ്? ജീവിതത്തിൽ എന്തു പ്രവർത്തിക്കണമെന്നാണോ നിങ്ങൾ ഉദ്യമിക്കുന്നത്, എല്ലാം നിങ്ങൾ ചെയ്തോളൂ. ചെയ്യുമെന്നല്ല, അതിന്റെ സാധ്യത പറയുകയാണ്. എല്ലാം നിങ്ങൾ ചെയ്തോളൂ. വഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് നിശ്ചയമായും സ്വർഗം നിർബന്ധമായിരിക്കുന്നു. എന്താണിത്? ആത്യന്തികമായ പ്രവർത്തനം. അവിടെയാണ് അക്ഷരവായനയുടെ പരിമിതിയിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ആത്യന്തികമായ വായന വായിക്കുന്നതിന് ചില നിബന്ധനകളാണ്. അതെല്ലാവർക്കും പറ്റില്ല. അത് സൂക്ഷിക്കണം, അത് ജാഗ്രത പാലിക്കണം. എന്താണ് ആത്യന്തികമായ വായന എന്ന് പറഞ്ഞാൽ? ഒരു ഹദീസിൽ നിബിധങ്ങൾ പറയുന്നു, ഇദാ ഹക്കമൽ ഹാക്കിമു, ഒരാൾ പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സ്വഹാബത്തിന്റെ ജീവിത വെളിച്ചത്തിൽ, ഉമ്മത്ത് മുസ്ലിം ഏകോപിച്ചിരിക്കുന്ന ഇജ്മാഇന്റെ വെളിച്ചത്തിൽ, ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ താരതമ്യങ്ങൾ ചെയ്തുകൊണ്ട് മസ്അലകളെ കണ്ടെടുക്കുന്ന ഖിയാസ് എന്ന അതിമഹത്തരമായ പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ഹാക്കിമായ ആൾ, അയാളുടെ മുമ്പിൽ ഒരു ചോദ്യം വരുന്നു. ചോദ്യം വരുന്ന സന്ദർഭത്തിൽ ഫജ്തഹദ, അയാൾ ആ കാര്യത്തിൽ നന്നായി പരിശ്രമിക്കുന്നു, കണ്ടെത്താൻ വേണ്ടി അയാൾ ഇജ്തിഹാദ് ചെയ്യുന്നു. സുമ്മ അസ്വാബ, എന്നിട്ട് അയാൾ അന്വേഷണത്തിൽ അയാൾ ശരിയെ എത്തിക്കുന്നു. ആ ചോദ്യത്തിൽ കൃത്യമായി അയാൾ മറുപടി പറയുന്നു. അങ്ങനെ മറുപടി പറഞ്ഞാൽ നബിതങ്ങൾ പറയുന്നു, ഫലഹു അജ്റാൻ, അവന് 2 പ്രതിഫലമുണ്ട്. കാരണം അവൻ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. നിസ്കാരം എങ്ങനെയാണ് കൈകെട്ടേണ്ടത് എന്ന് ചോദിച്ചു, എങ്ങനെയാണ് റുക്വ എന്ന് ചോദിച്ചു, ഇസ്ലാമിന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം വന്നു, എന്താണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ഏതൊരു വിഷയവുമാകട്ടെ, നിസ്കാരത്തിന്റെ ഫുറൂദുകളെന്ത്, ശുറൂത്തുകളെന്ത്, ഖുറാത്തിന്റെ നിയമങ്ങളെന്ത്, മദ്ഹബിനെ പിൻപറ്റേണ്ടതുണ്ടോ, ഏതൊരു വിഷയവുമാകട്ടെ, ഒരു വിഷയം അവന്റെ മുമ്പിൽ വന്നപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തുകളുടെയും പരിശുദ്ധമായ മുൻഗാമികളുടെ നഹ്ജ് റശാദിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ നന്നായി ഗവേഷണം ചെയ്ത് ആ ഗവേഷണത്തിൽ അവൻ ശരിയെ എത്തിച്ചപ്പോൾ അവന് 2 പ്രതിഫലമുണ്ട്. അനിയാണ് ആത്യന്തികമായ വായന എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 2ാമത്തെ പോയിന്റ് ആണെന്ന് ഈ പാവപ്പെട്ടവൻ പറയും. നിബിധങ്ങൾ തുറന്നു പറയുകയാണ്, ഒരാൾ ഹുക്മ് കൈകാര്യം ചെയ്യുന്നു, അയാൾ ഒരു മസ്അല കൈകാര്യം ചെയ്യുന്നു, അദ്ദേഹം ഇജ്തിഹാദ് ചെയ്യുന്നു, എന്നിട്ട് ആ അന്വേഷണത്തിൽ, ആ കണ്ടെത്തലിൽ അയാൾക്ക് പിഴച്ചുപോയി, തെറ്റിപ്പോയി. നിബിധങ്ങൾ എന്തെന്ന് പറയണം? തെറ്റിപ്പോയോ, അവൻ നല്ല അടിയുണ്ട്, നല്ല തൊഴിയുണ്ട്, അവൻ ചെയ്തത് മോശമാണ് എന്ന് നിബിധങ്ങൾ പറയണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ അത് പറഞ്ഞില്ല. ഫലഹു അജ്റുൻ വാഹിദുൻ, അവന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അവൻ കണ്ടെത്താൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും വ്യയം ചെയ്തിട്ട് അതിലവൻ തെറ്റിപ്പോയാലും അവൻ ഒരു പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്യന്തികമായ ജീവിതം, ആത്യന്തികമായ സൽക്കർമ്മം, ആത്യന്തികമായ വായന, ഇവിടെയാണ് പ്രശ്നം. അക്ഷരവായനയുടെ പരിമിതികൾ നമ്മൾ കൗണ്ടർ ചെയ്യുമ്പോൾ വായനയുടെ കവാടം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മലർക്കെ തുറന്നു. എല്ലാവർക്കും ഉണ്ടത്. ഖുർആനിന്റെ കേവലമായ ആശയ പ്രപഞ്ചത്തിന്റെ ആ ഒരു സംവേദനം ഉണ്ടല്ലോ, അത് ബഹുമാനപ്പെട്ട രവി മാസ്റ്റർ അവറുകൾ, ആദരണീയരായ മാഷവറുകൾ നമ്മൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതി അർത്ഥം വെച്ചാൽ ഒരുപക്ഷെ ആയിരിക്കുന്നവരെക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരും. അങ്ങനെ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ അവരൊക്കെ ഹിദായത്തിന്റെ കാലഘട്ടത്തിൽ അല്ലല്ലോ, അവർ കുഫറിന്റെ കാലഘട്ടത്തിൽ, ശിർക്കിന്റെ കാലഘട്ടത്തിൽ ഖുർആനിന്റെ ആയാത്തുകളുടെ പാരായണം കേൾക്കുമ്പോ, അതിന്റെ ആശയ പ്രപഞ്ചം കേൾക്കുമ്പോ അൽ-ലഫ്ദുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ-ഇജാസി ബിസൂറത്തിൻ മിൻഹു, ഖുർആൻ നബിതങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത്, ആ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ 3 ആയത്തുകളുടെ കഥറത്തിയാൽ 3 ആയത്ത് എവിടെ നിന്നുമാകാം, സൂറത്തുൽ ബഖറയിൽ നിന്നാകാം, ആലു ഇമ്രാനിൽ നിന്നുമാകാം, എവിടെ നിന്നായാലും 3 ആയത്തിന്റെ കഥറത്തിയാൽ അത് മനുഷ്യരുടെ കഴിവിനെ അപ്രാപ്യമാക്കി കളയുന്ന മുഅ്ജിസത്തിന്റെ കഥറായി തീരും. അത് കേട്ടുകൊണ്ടല്ലേ വലിയ വലിയ സാഹിത്യകാരന്മാര് ഇസ്ലാമിലേക്ക് വന്നത്. അവർ കുഫറിലായിരിക്കുമ്പോഴല്ലേ അത് കേട്ടത്. തുഫൈറു ദൗസി തങ്ങളെ പോലെ
അദ്ദേഹം കേൾക്കാതിരിക്കാൻ വേണ്ടി കാതിൽ പഞ്ഞു വെച്ചുകൊണ്ടാണ് ഹറമിൽ വന്നത്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ പാരായണം കേട്ടപ്പോ അദ്ദേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ്. ലിന്നാസ് എന്ന് പറഞ്ഞാൽ ലിജമീഇന്നാസ്, എല്ലാവർക്കും അത് കേട്ടാൽ അതിന്റെ ആശയ പ്രപഞ്ചം മനസ്സിലാകും. ഖുർആനിന്റെ മുഅ്ജിസത്ത് തിരിച്ചറിയാൻ സാധിക്കും. ഇസ്ലാമിലേക്ക് ആ ഖുർആനിന്റെ ശരിയാക മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ സാമൂഹികതയുടെ യഥാർത്ഥ ധർമ്മത്തിന്റെ നീതിയുടെ സന്ദേശം അവർക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനുമുള്ള എല്ലാ ചിന്തകളും അല്ലെങ്കിൽ സൗകര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അത് സാധ്യമാണ്, എല്ലാവർക്കും അത് പറ്റുന്നതാണ്, എല്ലാവർക്കും അത് കേട്ടാൽ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഖുർആനിൽ നിന്നും ഒരായത്ത് വാരിച്ചിട്ട് അതിന്റെ മസ്അല പറയുന്നിടത്ത് വരുമ്പോ അതിൽ കേവലം അക്ഷരജ്ഞാനങ്ങളെ കൊണ്ട് വായിച്ചാൽ അതിൽ വലിയ അപകടങ്ങളാണ് വരിക. ദീർഘമായി പറയാൻ നമുക്ക് അവസരമില്ല. ഒരൊറ്റ കാര്യം പറയാം. കലിമത്തുൽ ഉലിയ എന്താണ്? ലാ ഇലാഹ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അവിടെ തന്നെ പിഴച്ചു പോയില്ലേ? ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്നാണ്. ഇലാഹ് എന്ന് പറയുമ്പോൾ എത്ര അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നു? രണ്ടർത്ഥമാണ് ഇലാഹ് എന്ന പദത്തിലുള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഉണ്മ നിർബന്ധമായവൻ, അനാദ്യമായവൻ, ആദ്യം പറയാനില്ലാത്തവൻ, അവസാനം പറയാനില്ലാത്തവൻ, അവൻ അല്ലാഹു മാത്രമാണ്. വേറൊരാളും ആദ്യം പറയാനില്ലാത്ത അവസാനം പറയാനില്ലാത്തവനില്ല. ഈ അർത്ഥമെടുത്തപ്പോ മുഅ്തസിലത്ത് അതിർത്ത് കൈകാര്യം ചെയ്തപ്പോ അവരെന്താ പറഞ്ഞത്? ആദ്യം പറയാൻ പറ്റാത്ത അവസാനം പറയാൻ പറ്റാത്ത ഏകനായ അള്ളാഹു ഏകനായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിന് സിഫത്തുകൾ ഉണ്ടെന്ന് പറയാൻ പാടില്ല. അക്ഷര വായനയുടെ കുഴപ്പം നിങ്ങൾ ശ്രദ്ധിക്കൂ. അള്ളാഹിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവ അലീമുൻ ബിദാത്തി സുദൂർ. അള്ളാഹു അലീമാണെന്ന് നിങ്ങൾ പറഞ്ഞു, ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഉണ്മ നിർബന്ധമായ ഒരേ ഒരു ദാത്തേ പാടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന് ഇൽമുണ്ട് പറയാൻ പാടില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ വാജിബ്, ഉണ്മ നിർബന്ധമായ വേറൊന്നുകൂടെ ഉണ്ടാകും. അള്ളാഹുവിന് കുദറത്തുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്മ നിർബന്ധമായ വേറൊന്നുകൂടെ ഉണ്ടെന്ന് വരും. ഇറാദത്തുണ്ടെന്ന് പറഞ്ഞാൽ, ഹയാത്തുണ്ടെന്ന് പറഞ്ഞാൽ, അതൊക്കെ പറഞ്ഞാൽ ഉണ്മ നിർബന്ധമായ അള്ളാഹുവിന്റെ ദാത്തല്ലാത്ത വേറെയും ഉണ്ടെന്ന് വരും. തഅദ്ദുദുൽ വാജിബാത്ത് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിയും. അതുകൊണ്ടത് പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയത് അക്ഷരവാനയുടെ ഗുരുതരമായ പരിണിതികളാണ്. ദീർഘമായി പറയുന്നില്ല, വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലായിടത്തും ഇതാണ്. ഖവാരിജിന്റെ വാദങ്ങൾ നോക്കൂ, മുഅ്തസിലത്തിന്റെ വാദങ്ങൾ നോക്കൂ. മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ. ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയാൽ ബോധപൂർവം കൊലപ്പെടുത്തിയാൽ അവൻ നരകത്തിൽ ശാശ്വതമായി താമസിക്കുമെന്ന് ഖുർആൻ വായിച്ചപ്പോ അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മുഅ്തസിലയാക്കൾ പറഞ്ഞു, ഖവാരിജിയാക്കൾ പറഞ്ഞു, പിന്നീട് വഹാബികൾ പറഞ്ഞു, പിന്നീട് ഇബ്നു തൈമിയ്യ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഒരു ഗുരുതരമായ അപരാധം ചെയ്താൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഔലിയായിന്റെ മുമ്പിൽ വന്ന് ദുആ പറഞ്ഞാൽ, ഒരു ഔലിയായിന്റെ മുമ്പിൽ വന്ന് മഹത്തരമായ ഒരു പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടാൽ അതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ അവർ ദീനിൽ നിന്നും പുറത്തേക്ക് പോകുന്നവരാണെന്ന് പറയാൻ അവർ മടി കാണിച്ചില്ല. എന്നാലോ ഖുർആനിന്റെ തന്നെ മറ്റു തലങ്ങൾ അവർ പരിഗണിച്ചില്ല. അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഓ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അല്ലാഹുവിലേക്ക് നിങ്ങൾ നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങൂ. ഗുരുതരമായി തെറ്റ് ചെയ്തവരല്ലേ പശ്ചാത്തപിക്കേണ്ടത്? അവരെ റബ്ബ് വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്നാണ്. എത്ര വലിയ തെറ്റ് മുസ്ലിമായി നിന്നുകൊണ്ട് ചെയ്താലും ആ തെറ്റ് തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട്, അത് ഗുരുതരമായ അപരാധമാണ്. എന്നിരിക്കുമ്പോൾ തന്നെ അവൻ മുഅ്മിനല്ലാതെയായി മാറുന്നില്ല എന്ന ഖുർആനിന്റെ വ്യക്തമായ സന്ദേശത്തിന്റെ മറുപുറം വായിക്കാൻ അക്ഷരവായനയുടെ പരിമിതിയിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് അപകടപ്പെടും. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കേട്ടോ. അവസാനമായി ഒറ്റക്കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, സഊദിന്റെ നേതൃത്വത്തിൽ പോരാട്ടമുണ്ടായപ്പോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ആ അറബ് രാജ്യങ്ങളിലൊക്കെ വലിയ വിപ്ലവം ഉണ്ടായപ്പോ അവിടുത്തെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തിയപ്പോ, മക്കത്തുൽ മുക്കറമയിലെ പ്രഗത്ഭ അബ്ദുല്ലാഹി സവാവിയെ പോലെ, യൂസുഫ് സവാവിയെ കൊലപ്പെടുത്തുമ്പോ അദ്ദേഹത്തിന് 80 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തിയപ്പോ അയാളുടെ ചില പോരാളികൾ പറഞ്ഞു, നിങ്ങളുടെ രാജ്യം ഭരിക്കുന്ന സഊദിന് ഒരു സഊദ് ഒരു കത്തെഴുതിയപ്പോ ആ കത്തിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. നിങ്ങൾ കിതാബ് കിട്ടിയ ആളുകളെ, എന്നിട്ട് പഴച്ചുപോയവരെ, നിങ്ങൾ ദീനിലേക്ക് വരൂ എന്ന അഹ്ലി കിതാബിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ വചനം അവരുടെ മേൽ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ കിട്ടിയെങ്കിലും നിങ്ങൾ ദീനിൽ നിന്നും പുറത്തുപോയവരാണ് എന്ന്. എന്നിട്ടോ
മക്കത്തുൽ മുക്കറമയിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മൗലിദിന്റെ ഇടം അവിടെ തച്ച് തകർത്ത് കളഞ്ഞു അവർ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ പരിശുദ്ധമായ കേന്ദ്രം അവർ തച്ച് തകർത്ത് കളഞ്ഞു എന്ന് മാത്രമല്ല, അവിടങ്ങളിലെല്ലാം കയറി അവർ മൂത്രമൊഴിച്ചൊരു ചെറിയ നിലക്കല്ല, വലിയ സ്വാലിഹായ കർമ്മമായിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അവർ ഓതിയ ആയത്താണെന്ന് എന്താണെന്ന് അറിയാമോ? ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അന്തും വആബാഉക്കും. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പേര് കൊടുത്ത കേവലം പേരുപാത്രങ്ങൾ മാത്രമാണ് ഇവകൾ. ഇവകളെ സംബന്ധിച്ച് ഖുർആൻ ഒരു തെളിവും നൽകി. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇതുകൊണ്ട് ഒരു തെളിവും നിങ്ങൾക്കില്ല. ഈ വൃത്തികെട്ട പ്രവർത്തനം ദീനിന് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ കയറും. എന്താണ് സംഭവിച്ചത്? ഖുർആനിന്റെ ആയത്തുകളെ സമഗ്രമായി പഠിക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞു വച്ചതുപോലെ ആത്യന്തികമായ വായന നടത്തണമെങ്കിൽ അവൻ മുജ്തഹിദായിരിക്കണം, അതിന് യോഗ്യനായിരിക്കണം, ഖുർആൻ യഥാർത്ഥമായി അറിയുന്നവനായിരിക്കണം, ഹദീസുകൾ യഥാർത്ഥമായി അറിയുന്നവനായിരിക്കണം, മുൻഗാമികളുടെ പരിശുദ്ധമായ പ്രവർത്തന വട്ടങ്ങളെ വളരെ കൃത്യമായി അപഗ്രഥിച്ചവനും സമഗ്രമായി അറിയുന്നവനും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവനും വലാരത്തില്ലാത്തവനും അദാലത്തുള്ളവനും ബുദ്ധിക്ക് കുഴപ്പമില്ലാത്തവനും വിദണ്ഡവാദങ്ങളിൽ വശംവദനാകാത്തവനുമാകണമെന്ന ആത്യന്തിക വായനയുടെ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ഖുർആൻ വായിച്ചതിന്റെ അപകടമാണ്. അക്ഷരവായനയുടെ പരിമിതി എന്ന വിഷയത്തെ ലബ്ധമായ സമയത്തിനുള്ളിൽ സാധ്യമായതുപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉള്ളവന്റെ ചെറിയ വാക്കുകൾ ഉപസംഹാരം കുറിക്കുന്നു. വാഖിറു കലാമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.